ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് ട്രാൻസ്ഫോമർ പാർട്സ് ആൻഡ് ദർ ഫങ്ഷൻസ് എന്നുള്ള ടോപ്പിക്കാണ് എടുക്കുന്നത്. ഈ ടോപ്പിക്ക് 2 ഹാഫായിട്ടാണ് എടുക്കുന്നത്, പാർട്സ് 1 ആൻഡ് പാർട്ട് 2. എല്ലാ പാർട്സും അതുകൊണ്ട് നമുക്ക് വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റും. സിംഗിൾ ലെസൺ ആണെങ്കിൽ അത് പറ്റില്ല. ഇപ്പോൾ ഒരു ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് എന്താ? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യുകയാണെങ്കിൽ, ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ നിന്ന് മറ്റൊരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിലേക്ക് മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി ഇലക്ട്രിക്കൽ പവർ ട്രാൻസ്ഫോം ചെയ്യാനും പറ്റുന്ന ഒരു ഡിവൈസാണ്. മോസ്റ്റ് എഫിഷ്യൻ്റ് ആണ്. വോൾട്ടേജ് ലെവൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ട്രാൻസ്ഫോമറിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എക്യുപ്മെൻറ്റ്. അതേപോലെ ഒരു ട്രാൻസ്ഫോമർ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ വൺ ഓഫ് ദി എക്സ്പെൻസീവ് അപ്പാരറ്റസ് ആണ്. അതായത് ഏറ്റവും ഒരുവിധം വില കൂടിയ ഒരു അപ്പാരറ്റസ് ആണത്. അപ്പോൾ ഒരു ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഈ ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്യൽ മാത്രമല്ലാതെ അതിൻ്റെ സേഫ്റ്റി അപ്പാരറ്റസും കൂടെ ഈ ട്രാൻസ്ഫോമറിൻ്റെ കൂടെ നമ്മളുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ട്രാൻസ്ഫോമർ ഡിഫറെൻറ്റ് പാർട്സ് ആൻഡ് ഫങ്ഷൻസ് പഠിക്കുമ്പോൾ ഇതിന് ഫങ്ഷൻ ചെയ്യാനുള്ള ഭാഗങ്ങൾ മാത്രമല്ലാണ്ട് അതിൻ്റെ സേഫ്റ്റിക്കായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ഡയലുകളും പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സും ബാക്കപ്പ് അറേഞ്ച്മെൻറ്റും ഇതെല്ലാം നമ്മൾ പഠിക്കണം. ഇനി ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൻ്റെ ചിത്രമാണ്. ഒരു ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് ബേസിക്കായിട്ട് എല്ലാ ട്രാൻസ്ഫോമറിൻ്റെ അകത്തുള്ള പാർട്സാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. അവിടെ സ്റ്റീൽ ടാങ്ക്, കൺസർവേഷൻ ടാങ്ക്, ടെമ്പറേച്ചർ ഗേജ്, എക്സ്പ്ലോഷൻ വെൻറ്റ്, കൂളിംഗ് ട്യൂബ്സ്, ടാപ്പ് ചേഞ്ചർ, ബുഷിംഗ് ടെർമിനേഷൻ, സിലിക്ക ജെൽ ബ്രീത്തർ, ബുക്ക് ഹോൾസ് റിലേ ബുക്ക് ഹോൾസ് റിലേ എന്നും ചിലർ പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. ബുക്ക് ഹോൾസ് റിലേ എന്നാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഈ സ്റ്റീൽ ടാങ്ക് എന്ന് പറയുന്നത് നമുക്ക് ഈ ഫിഗറിനകത്ത് ഈ പറയുന്ന പാർട്സ് എല്ലാം ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഓരോ പാർട്സായിട്ട് നമുക്ക് വിശദമായിട്ട് പറഞ്ഞു പോകാം. ഓക്കെ, സ്റ്റീൽ ടാങ്ക് എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന അതിൻ്റെ ടോട്ടൽ ടാങ്ക് അറേഞ്ച്മെൻ്റ് ആണ്. നെക്സ്റ്റ് ഈസ് കൺസർവേഷൻ ടാങ്ക്. അതിൻ്റെ മേലെ കാണുന്ന ഈ ഡ്രം ഷേപ്ഡ് അറേഞ്ച്മെൻ്റ് ഇല്ലേ, അതാണ് കൺസർവേഷൻ ടാങ്ക് എന്ന് പറയുന്നത്. ഇതിൽ കൊടുത്തിട്ടുള്ള ടെമ്പറേച്ചർ മെഷർമെൻറ്റിനുള്ള ഡയലാണ് ടെമ്പറേച്ചർ ഗേജ് എന്നുള്ളത്. നെക്സ്റ്റ് ഈ സിലിക്ക ജെൽ ബ്രീത്തർ ഇവിടെയുണ്ട്. പിന്നെ എക്സ്പ്ലോഷൻ വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. കൂളിംഗ് ട്യൂബ്സ് എന്ന് പറയുന്നത് ഈ ട്രാൻസ്ഫോമറിൻ്റെ രണ്ട് സൈഡും കാണുന്ന ഈ പൈപ്പ് പോലത്തെ അറേഞ്ച്മെൻ്റ് ആണ്. ടാപ്പ് ചേഞ്ചറൊക്കെ ഒരു ഡയല് പോലെ നമുക്കൊരു സൈഡ് കാണാനേ ഉള്ളൂ. നെക്സ്റ്റ് ഈസ് ബുഷിംഗ് ടെർമിനേഷൻ ഒന്നും ഇതിൽ കാണുന്നില്ല. ഓക്കെ, ബുഷിംഗ് അപ്പോൾ നമ്മളിതിൽ ഇതൊക്കെയാണ് ബേസിക്കായിട്ട് ട്രാൻസ്ഫോമറിൻ്റെ അകത്തുള്ള പാർട്സ് എന്ന് പറയുന്നത്. ഇനി ഓരോ പാർട്ടായി നോക്കാം. ഫസ്റ്റ് ഈ സ്റ്റീൽ ടാങ്ക്, അത് ഫാബ്രിക്കേറ്റഡ് MS പ്ലേറ്റ് ടാങ്ക് ഫോർ ഹൗസിംഗ് കോർ ആൻഡ് അതർ അക്സസറീസ്. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് ഒരു കോർ ഉണ്ടാവും. അതിൻ്റെ മേലെ വൈൻഡ് ചെയ്തിട്ടുള്ള 2 വൈൻഡിങ്സും ഉണ്ടാവും. ഒന്ന് പ്രൈമറിയും അല്ലെങ്കിൽ സെക്കൻഡറി, അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് വൈൻഡിങ് അല്ലെങ്കിൽ ലോ വോൾട്ടേജ് വൈൻഡിങ് എന്ന് പറയുന്നത്. ഈ 2 വൈൻഡിങ് ഉണ്ടാവും. പിന്നെ ഓയിൽ ഇമേഴ്സ്ഡ് ട്രാൻസ്ഫോമർ ആണെങ്കിലോ ഈ പറയുന്ന എല്ലാ അറേഞ്ച്മെൻറ്റും നമ്മൾ ഓയിലിൻ്റെ അകത്ത് ഇറക്കി വെച്ചിട്ടുണ്ടാവും. ഡ്രൈ ടൈപ്പ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ വേറെ ടൈപ്പ് ഓഫ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആയിരിക്കും ഉപയോഗിക്കുക. പേപ്പറോ അല്ലെങ്കിൽ പൗഡർ ടൈപ്പ് എന്തെങ്കിലും ആയിരിക്കും ഉപയോഗിക്കുക. എന്താണെങ്കിലും ഈ പറയുന്ന എല്ലാ അറേഞ്ച്മെൻറ്റും കൂടെ അറ്റ്മോസ്ഫറിക് എയറുമായിട്ട് ഒട്ടും കോണ്ടാക്റ്റ് വരാതെ നമ്മൾ എൻകേസ് ചെയ്ത് വെച്ചേക്കുന്നത്, അതായത് ഒരു ബോക്സ് പോലെ അടച്ചു വെച്ചേക്കുന്ന അറേഞ്ച്മെൻറ്റാണ് ഈ സ്റ്റീൽ ടാങ്കിൻ്റെ. അപ്പോൾ സ്റ്റീൽ ടാങ്കിന് ഒരു ജോലിയേ ഉള്ളൂ, ഒന്ന് ഈ പറയുന്ന സാധനങ്ങളെല്ലാം സേഫായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ മോയ്സ്ചറുമായിട്ട് കോണ്ടാക്റ്റ് വരാതെ വെക്കാൻ പറ്റണം. ഇപ്പോൾ ഓയിൽ ഇമേഴ്സ്ഡ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ ഈ പറയുന്ന ഓയിൽ ഒട്ടും സ്പില്ല് ചെയ്ത് പോകാനോ ലീക്ക് ചെയ്യാനോ ഒന്നുമുള്ള സാധ്യത ഉണ്ടാവാൻ പാടില്ല. ബ്രേക്കിങ്ങോ അല്ലെങ്കിൽ റസ്റ്റിങ്ങിനോ തുരുമ്പടിക്കാനോ അല്ലെങ്കിൽ ഒന്നും സാധ്യത തീരെ ഇല്ലാത്ത മെറ്റീരിയൽ ആയിരിക്കണം. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഓയിലുമായിട്ട് കോണ്ടാക്റ്റ് വരികയാണ്, കണ്ടിന്യൂസ് ആയിട്ട് ഹീറ്റ് അതിൻ്റെ അടുത്തേക്ക് വരികയാണ്. അതേപോലെ ഇത്രയും സാധനങ്ങളുടെ വെയിറ്റും അതിന് താങ്ങാൻ പറ്റണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആയിരിക്കണം. അതിന് വേണ്ടിയുള്ള തിക്നെസ്സും അതിന് വേണ്ടിയുള്ള ഡയമീറ്റേഴ്സും അതിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള പാരാമീറ്റേഴ്സും എല്ലാം ഈ പറയുന്ന സ്റ്റീൽ ടാങ്കിന് വേണം. ഇതാണ് ഫസ്റ്റ് പോർഷൻ ഓഫ് ദ സ്റ്റീൽ ടാങ്ക്. ഇപ്പോൾ സ്റ്റീൽ ടാങ്ക് എന്ന് പറയുന്നത് സിംഗിൾ റെക്ടാങ്കുലർ ടാങ്ക് തന്നെ ആവണമെന്നില്ല. അല്ലെങ്കിൽ റെക്ടാങ്കുലറോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്വയർ ഷേപ്പ്ഡോ അല്ലെങ്കിൽ സിംഗിൾ ടാങ്ക് തന്നെ ആവണമെന്നില്ല. ഇതിൻ്റെ കൂടെ അതിൻ്റെ ഔട്ടറിൽ പൈപ്പ് പോലുള്ള ഫിൻ അറേഞ്ച്മെൻറ്റോ അല്ലെങ്കിൽ ചെറിയ ഫ്ലാപ്പ് പോലെ പരന്ന ഷീറ്റ് പോലത്തെ ഓയിൽ സർക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന അഡീഷണൽ അറേഞ്ച്മെൻറ്റ്, ഇതെല്ലാം കൂടിയുള്ളതാണ് സ്റ്റീൽ ടാങ്ക്. നെക്സ്റ്റ് ഈസ് കൺസർവേറ്റർ ടാങ്ക്. കൺസർവേറ്റർ ടാങ്ക് എന്ന് പറയുന്നത് ട്രാൻസ്ഫോമറിൻ്റെ ഒരു ബാക്കപ്പ് അറേഞ്ച്മെൻ്റ് ആണ്. ട്രാൻസ്ഫോമർ ഓയിൽ കൊടുക്കാനുള്ള ഒരു ബാക്കപ്പ് അറേഞ്ച്മെൻ്റ് ആണ്. ട്രാൻസ്ഫോമർ മെയിൻ ടാങ്കിൻ്റെ അകത്ത് ഓയിൽ ഉണ്ടാവും. പക്ഷേ ഈ ഓയിൽ
ട്രാൻസ്ഫോമർ കോറിൽ കറണ്ട് സർക്കുലേറ്റ് ചെയ്ത് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ചൂട് ക്രിയേറ്റ് ചെയ്യും അല്ലേ. ഈ ചൂടിനെ ഈ ഓയിൽ വലിച്ചെടുത്തിട്ട് അത് പുറത്തേക്ക് കാറ്റ് ഈ ട്രാൻസ്ഫോമറിൻ്റെ ടാങ്കിൻ്റെ ചുറ്റും കാറ്റ് അടിക്കുമ്പോൾ, അതല്ലെങ്കിൽ മറ്റ് കൂളിംഗ് മെത്തേഡ്സ് ആണെങ്കിൽ അതിനനുസരിച്ച് വരുമ്പോൾ, അപ്പോൾ ഈ കാറ്റ് വരുന്ന സമയത്ത് ഈ ഹീറ്റ് പുറത്തേക്ക് അറ്റ്മോസ്ഫിയറിലേക്ക് ഡിസിപ്പേറ്റ് ചെയ്ത് പോകും, അതായത് പുറത്തേക്ക് കളയുക. അതാണ് ഓയിലിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഈ ഓയിൽ ചൂടാവുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ചെറുതായിട്ട് ഇതിൻ്റെ ലെവലിൽ ഒരു റൈസും അതേപോലെ നോർമൽ തണുക്കുമ്പോൾ ഇത് ചെറിയൊരു ഫോളും ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ ഓയിൽ ലെവൽ കൂടുന്നതും കുറയുന്നതും അഡ്വൈസിബിൾ അല്ല. ഒരു ഫിക്സഡ് ലെവൽ ഓയിൽ ഇപ്പോൾ കൂടുകയാണെന്ന് വയ്ക്കുക, ഇപ്പോൾ ട്രാൻസ്ഫോമർ നിറയെ നമ്മൾ ഓയിൽ വെച്ച സമയത്ത് ഇതൊരു പറഞ്ഞ ലെവലിനേക്കാളും കൂടുകയാണെങ്കിൽ ഇത് സ്പില്ല് ചെയ്ത് പുറത്ത് പോകും. അതേപോലെ കുറയാണെങ്കിലോ നമ്മുടെ കോറും വൈൻഡിങ്ങും ഓയിലില്ലാത്തൊരു സാഹചര്യം വരും. അപ്പോൾ ഇൻസുലേഷൻ ഇല്ലാത്ത അവസ്ഥയായി. അപ്പോൾ ഇത് രണ്ടും നടക്കാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ മേലെയായിട്ട് ഒരു കൺസർവേറ്റർ ടാങ്ക് കൊടുക്കും. കൺസർവേറ്റർ ടാങ്കിൻ്റെ പകുതിയോളം നമ്മൾ ഓയിൽ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അതിനെ ഒരു പൈപ്പ് വഴി നമ്മൾ മെയിൻ ടാങ്കിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ അകത്തൊരു ഓയിൽ ലെവൽ ഇൻഡിക്കേറ്റർ ഉണ്ടാവും, പിന്നെ പ്രൊട്ടക്റ്റീവ് അപ്പാരറ്റസും ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഓയിൽ കുറയുമ്പോൾ മേലേന്ന് ഓയിൽ താഴേക്ക് വരും, ഇവിടെ ഓയിൽ കൂടുമ്പോൾ ആ എക്സസ് ഓയിൽ ഈ പൈപ്പ് വഴി മേലേക്ക് പോകും. അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് ഓയിൽ ലെവൽ ഇൻഡിക്കേറ്ററിൽ അനുസരിച്ചിട്ട് ഓയിൽ ലെവൽ മാറുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറയുന്ന ഓയിൽ റീഫില്ല് ചെയ്യലും നടന്നുകൊണ്ടിരിക്കും. ഇതാണ് കൺസർവേറ്റർ ടാങ്കിൻ്റെ ജോലി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ടെമ്പറേച്ചർ ഗേജ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ഗേജ് എന്ന് പറയാൻ ട്രാൻസ്ഫോമർ ഓയിലിൻ്റെ ടെമ്പറേച്ചർ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ഒരിക്കലും അത് പെർമിസിബിൾ ലെവലിൻ്റെ മേലേക്ക് പോകാൻ പാടില്ല. അതിന് എല്ലാ ഓയിലിനും ഒരു ബ്രേക്ക് ഡൗൺ സ്ട്രെങ്ത് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ബ്രേക്ക് ഡൗൺ സ്ട്രെങ്ത്തിൻ്റെ അപ്പുറത്തേക്കും ഈ ബ്രേക്ക് ഡൗൺ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ പരമാവധി അതിന് താങ്ങാവുന്ന ടെമ്പറേച്ചർ അല്ലെങ്കിൽ വോൾട്ടേജ്, എത്ര വോൾട്ടേജ് വരെ അതിൻ്റെ അകത്തുകൂടി പോയാൽ അതിൻ്റെ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ അപ്പുറത്തേക്ക് അത് പോവുകയാണെങ്കിൽ എന്ത് പറ്റും? ഈ ഓയിൽ ഓക്സിഡൈസ് ചെയ്യും. ഓക്സിഡൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ഗ്യാസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അവിടെ എക്സ്പ്ലോഷനുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ ടെമ്പറേച്ചർ ഇൻ ട്രാൻസ്ഫോമർ ഓയിൽ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അതിന് കൊടുത്തേക്കുന്ന അറേഞ്ച്മെൻ്റാണ് ടെമ്പറേച്ചർ ഗേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് കൂളിംഗ് ട്യൂബ്സ്. ട്രാൻസ്ഫോമർ ഓയിലിൽ ഹീറ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹീറ്റിംഗ് ആണ്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഫോൾട്ട് ഒക്കർ ചെയ്യുമ്പോഴാണ് പെട്ടെന്നൊരു സെക്കൻഡിൽ ഹൈ ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്യുന്ന സാഹചര്യം വരുന്നുള്ളൂ. അതല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അത് 24 മണിക്കൂറും ഓപ്പറേറ്റ് ചെയ്യുന്ന ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട് ഡിസ്ട്രിബ്യൂഷനിലൊക്കെ വരുന്നത്. ഒരു ഫിക്സഡ് ലോഡിൽ അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് ലോഡിൽ, അത് ഒരു മിഡ് ലോഡിലൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന എത്രയോ ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഹീറ്റ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സേഫ് ഓപ്പറേഷന് ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എല്ലാം പുറത്തേക്ക് പോകണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് അറേഞ്ച്മെൻ്റ് ആണ് കൂളിംഗ് ട്യൂബ്സ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫോമർ കൂളിംഗ് എന്ന് പറയുന്നത് വളരെ വിശദമായിട്ടുള്ള ഒരു ബ്രാഞ്ചാണ്. വളരെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമർ കൂളിംഗ് ഉണ്ട്. ഓയിൽ നാച്ചുറൽ, എയർ നാച്ചുറൽ, ഓയിൽ ഫോഴ്സ്ഡ്, എയർ ഫോഴ്സ്ഡ് എന്ന് പറഞ്ഞ് ഒരുപാട് മെത്തേഡ് ഉണ്ട്. അതിൽ ഏറ്റവും സിമ്പിൾ മെത്തേഡ് ഇതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചുമ്മാ ഒരു ഗ്ലാസ്സിൽ വെള്ളം വെക്കുന്നതും ഒരു പരന്ന പാത്രത്തിൽ വെള്ളം വെക്കുന്നതും പോലെയാണ്. ഇപ്പോൾ ചുമ്മാ ഒരു ഗ്ലാസ്സിൽ വെള്ളം വെച്ച് തന്നാൽ അത് ആറാൻ കുറച്ചുകൂടി സമയം കൂടുതൽ എടുക്കില്ലേ? അതിനേക്കാൾ എളുപ്പത്തിൽ ആറില്ലേ ഇപ്പോൾ ഒരു പരന്ന പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ. കാരണം എന്താ? എയർ അത്രയും കോണ്ടാക്റ്റ് വരുന്നുണ്ട് ഈ പറയുന്ന വെള്ളവുമായിട്ട്. അപ്പോൾ ഹീറ്റിന് കാറ്റിൻ്റെ കൂടെ ഏറ്റവും പെട്ടെന്ന് അത് ഡിസിപ്പേറ്റ് ചെയ്ത് പോകും. കണ്ടക്ഷൻ കൂടുതൽ നടക്കും. കൺവെക്ഷൻ വഴി അത് കൂടുതൽ പോകും. കണ്ടക്ഷൻ അല്ല, കൺവെക്ഷൻ. അപ്പോൾ അതേ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് നമ്മളിവിടെ കൂളിംഗ് ട്യൂബ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ പറയുന്ന ഓരോ പൈപ്പിൽ കൂടിയും ഓയിൽ കണ്ടിന്യൂസ് ആയി സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ എയറുമായിട്ട് കോണ്ടാക്റ്റ് വരും. ഓയിൽ കൂളിംഗ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. എപ്പോഴും ഈ പൈപ്പ് തന്നെയാണോന്നില്ല. ചില ട്രാൻസ്ഫോമറുകൾ ശ്രദ്ധിച്ചാൽ നോക്കിയിട്ടുണ്ടാവും പരന്ന് ഫിന്ന് പോലെ ഉണ്ടാവും. ഓക്കെ, പരന്ന് അറേഞ്ച്മെൻറ്റ് ട്രാൻസ്ഫോമറിൻ്റെ 4 പാർട്ടിലേക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ചില ട്രാൻസ്ഫോമറിൽ നമ്മളത് ഫാൻ വെച്ചിട്ട് നമ്മൾ സാധാരണ നാച്ചുറലായിട്ട് അടിക്കുന്ന കാറ്റിന് പോരാന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ട്രാൻസ്ഫോമറിന് ചുറ്റും ചെറിയ ഫാനുകൾ വെച്ചിട്ട് ഫാനുകൾ അടിച്ചുകൊണ്ടിരിക്കും കൂളിംഗ് ഫാസ്റ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് കൂളിംഗ് ട്യൂബ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ടാപ്പ് ചേഞ്ചിങ്. ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ്റെ കേസിൽ വരികയാണെങ്കിൽ ഇപ്പോൾ ഒരു ഇലക്ട്രിക്കൽ എനർജി ഒരിക്കലും ഉണ്ടാക്കുന്ന സ്ഥലത്തല്ല ഉപയോഗിക്കുന്നത്.
ഓക്കെ. എവിടെയാണോ ജനറേറ്റിംഗ് സ്റ്റേഷൻസ് എല്ലാം എപ്പോഴും സാധാരണ ഇപ്പോൾ പോപ്പുലേഷൻ ജീവിക്കുന്നതിന് ഒരുപാട് ദൂരെയായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് ആവട്ടെ, തെർമൽ പവർ സ്റ്റേഷൻസ് ആവട്ടെ, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് ആവട്ടെ, നാഫ്തലീൻ പ്ലാന്റ്സ് ആവട്ടെ, ഡീസൽ പവർ സ്റ്റേഷൻസ് ആവട്ടെ, ഇതൊന്നും നമുക്കിപ്പോൾ അവിടെ നിന്ന് നമുക്ക് പവർ വേണമെന്ന് പറഞ്ഞാൽ നമ്മളത് താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് കൊണ്ടേ വെക്കുമോ? ഇല്ല. ഇതെല്ലാം നമ്മൾ മനുഷ്യർ കൂട്ടം കൂടി താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും പൊതുവേ ഒരുപാട് ദൂരെയായിരിക്കും. അതല്ലെങ്കിൽ ഇത്തരം ഹെവി പ്ലാന്റ് ഉള്ളതിൻ്റെ ഒരു ഡയമീറ്റർ വരെ നമ്മൾ ഒഴിച്ചിടും. ന്യൂക്ലിയർ പ്ലാന്റിനൊക്കെയാണെങ്കിൽ കിലോമീറ്ററുകളോളം ഒഴിച്ചിടും. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് ആണെങ്കിൽ പൊതുവേ അത് മലയുടെ മേലെയാണ് അല്ലേ, ഡാമുകളിൽ നിന്നാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ അല്ലെങ്കിലും പോപ്പുലേഷൻ കുറവായിരിക്കും. തെർമൽ പവർ സ്റ്റേഷൻസ് ഒക്കെ ആണെങ്കിലും അതിൻ്റെ ഒരു ഇത്ര ഏരിയ വരെയും ആൾക്കാർ താമസിക്കരുത് എന്നുള്ള ഡയറക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ബേസിക് ഐഡിയ ഇത്രയേ ഉള്ളൂ. എവിടെയാണോ പവർ ഉണ്ടാക്കുന്നത് അവിടെ മാത്രമല്ല പവർ ഉപയോഗിക്കുന്നത്. ഉണ്ടാക്കുന്നതും ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ തമ്മിൽ ഒരുപാട് ദൂരം ഉണ്ടാവും, കിലോമീറ്ററുകളുടെ ദൂരം ഉണ്ടാവും. കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1 2 ആയിരിക്കില്ല, ചിലപ്പോൾ 600 700 അങ്ങനെയുള്ള വലിയ ദൂരങ്ങളുണ്ടാവും. അപ്പോൾ ഇത് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഇത്തരം അത് പോരാണ്ട് ഈ പറഞ്ഞ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് തന്നെ എത്തുമ്പോൾ അവസാനം ഉണ്ടാവണമെന്നില്ല. ഈ ലൈനിൽ ഡ്രോപ്പുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ലൈൻ ഡ്രോപ്പ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതും കൂടെ നമ്മൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ അയക്കുമ്പോൾ തന്നെ വോൾട്ടേജ് കുറച്ച് കൂട്ടി അയക്കും. അപ്പോൾ എന്താണ്, അവിടെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമുള്ളത് എത്തിക്കോളും എന്നുള്ള ഐഡിയയിലാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയുള്ള അറേഞ്ച്മെൻ്റാണ് ടാപ്പ് ചേഞ്ചർ എന്ന് പറയുന്നത്. അതായത് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ്റെ കേസിൽ സെൻഡിങ് എൻഡ് വോൾട്ടേജും റിസീവിങ് എൻഡ് വോൾട്ടേജും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടാവും. സെൻഡിങ് എൻഡ് വോൾട്ടേജ് ഈസ് ലോവർ ദാൻ റിസീവിങ് എൻഡ് വോൾട്ടേജ്. ഇതിനെ നമ്മൾ ഫെറാൻറ്റി എഫക്റ്റ് എന്നാണ് പറയുക കേട്ടോ, ഫെറാൻറ്റി എഫക്റ്റ്. നിങ്ങൾക്കത് കാണുന്നില്ല, പക്ഷെ അത് ഓർത്ത് വെച്ചോളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫിനോമിനനാണ്. അപ്പോൾ ഈ പറയുന്ന കോമ്പൻസേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ടാപ്പിങ്സ് കൊടുക്കും. എവിടെ? പ്രൈമറിയിലും കൊടുക്കാം, സെക്കൻഡറിയിലും കൊടുക്കാം. അപ്പോൾ ടാപ്പിങ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു 10 ടേണുള്ളൊരു വൈൻഡിങ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ 10 ടേണും ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോൾ N2/N1 = V2/V1 നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്പർ ഓഫ് ടേൺസും ഇൻഡ്യൂസ്ഡ് വോൾട്ടേജും ഔട്ട്പുട്ട് വോൾട്ടേജും നമ്മൾ ഡയറക്റ്റ് റിലേഷനാണ്. ടേൺസ് മാറിയ വോൾട്ടേജ് മാറി, ടേൺസ് കൂടിയ വോൾട്ടേജ് കൂടും, ടേൺസ് കുറഞ്ഞ വോൾട്ടേജ് കുറയും. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, K=1 ആണെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, K=1 ആണെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അപ്പോൾ ഈ ടാപ്പിങ്ങിൻ്റെ കേസിൽ ഇപ്പോൾ നമ്മുടെ 10 ടേൺ ആണുള്ളെങ്കിൽ ഞാൻ ഈ 10 ടേണും ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് ഇത്ര വോൾട്ടേജ് കിട്ടും. അതിന് പകരം ഞാൻ അതിൻ്റെ 5ാമത്തെ ടേണിൽ നിന്ന് ഞാൻ ടാപ്പ് ചെയ്ത് പുറത്തെടുക്കുകയാണെങ്കിലോ എനിക്ക് പകുതി വോൾട്ടേജേ കിട്ടുള്ളൂ. അതും വേണ്ട, ഞാനിപ്പോൾ അതിൻ്റെ 2 ടേണിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ 5ാമത്തെ ടേൺ. ഇപ്പോൾ ഞാൻ 2ാമത്തെ ടേണിലൊരു ടാപ്പ് വെച്ചു, 5ാമത്തെ ടേണിലൊരു ടാപ്പ് വെച്ചു, 7ാമത്തെ ടേണിലൊരു ടാപ്പ് വെച്ചു, 10ാമത്തെ ടേണിലൊരു ടാപ്പ് വെച്ചു. അപ്പോൾ സിംഗിൾ ആയിട്ടൊരു വോൾട്ടേജ് കിട്ടുന്നതിന് പകരം എനിക്ക് ഡിഫറെൻറ്റ് വോൾട്ടേജ്, ഇതാണ് ടാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടാപ്പിംഗ് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള വോൾട്ടേജ് എടുക്കാം. അതുപോലെ കുറച്ച് വോൾട്ടേജ് നമുക്ക് എത്ര വോൾട്ടേജാണോ അയക്കേണ്ടത് അതിനേക്കാളും കൂടുതൽ വോൾട്ടേജ് നമ്മൾ അയക്കും. അപ്പോൾ അങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റാണ് നമ്മൾ ടാപ്പിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 2 ടൈപ്പ് ഓഫ് ടാപ്പിംഗ് ആണ്. ഒന്ന് ഓഫ് ലോഡ് ടാപ്പിങ്ങും ഓൺ ലോഡ് ടാപ്പിങ്ങും. അതിൻ്റെ വേർഡിൽ തന്നെ അതിൻ്റെ ഹിൻ്റ് ഉണ്ട്. ഓഫ് ലോഡ് ആണെങ്കിൽ ഓഫ് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ ടാപ്പ് ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. ഓൺ ലോഡ് ആണെങ്കിൽ ലോഡ് കണക്ട് ചെയ്തിട്ടുള്ള സമയത്ത് തന്നെയും നമുക്ക് ടാപ്പ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഓഫ് ലോഡ് ടാപ്പിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ മാനുവൽ മെത്തേഡാണ്. മാനുവലി നമ്മളതിൽ മാറ്റിയിട്ട് ചെയ്യണം. താഴേക്കുള്ള ലോഡ് നമ്മൾ ഡിസ്കണക്ട് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ ടാപ്പ് ചേഞ്ച് ചെയ്യാറുള്ളൂ. ഇത് ഓഫ് സ്റ്റേറ്റിലായതുകൊണ്ട് തന്നെ സ്പാർക്കിംഗ് എന്നുള്ളൊരു പ്രശ്നമല്ല. ഓക്കെ, നമ്മൾ ടാപ്പ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ലൈവ് ആണെങ്കിൽ നമ്മൾ ഒരു സ്വിച്ച് എപ്പോഴും ഒരു ലൈവ് സർക്യൂട്ടിലൊരു സർക്യൂട്ട് മേക്കും ബ്രേക്കും ചെയ്യുകയാണെങ്കിൽ അവിടെ സ്പാർക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ചില സമയത്ത് നമ്മൾ വീട്ടിൽ സ്വിച്ചൊക്കെ കിട്ടുമ്പോഴേ ഒരു ചെറിയൊരു വെളിച്ചം കാണാനില്ല ഇതിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പോൾ നമ്മൾ ലൈവിൽ നമ്മൾ ചിലപ്പോൾ മേക്കും ബ്രേക്കും അതൊരു ചെറിയൊരു ആർക്കാണ്. അപ്പോൾ ഇതുപോലെ മേക്കും ബ്രേക്കും ചെയ്യുന്ന സമയത്ത് ആർക്കിങ് ഉണ്ടാവാനുള്ള സാധ്യത ലൈവിൽ കൂടുതലാണ്. ഓഫ് ആണെങ്കിൽ ആ പ്രശ്നമല്ല. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ ഓൺ ലോഡ് ടാപ്പ് ചേഞ്ചിങ് എന്ന് വെച്ചാൽ എല്ലാ കേസുകളിലും നമുക്ക് ഈ പറഞ്ഞതുപോലെ താഴേക്കുള്ള ലോഡ് മുഴുവൻ ഓഫ് ചെയ്തിട്ട് ട്രാൻസ്ഫോമർ ടാപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റണമെന്നില്ല.
കാരണം വലിയ ഇൻഡസ്ട്രീസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കീ പോയിൻറ്റ്സിലുള്ള ട്രാൻസ്ഫോമർ ചിലപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു വലിയ ഒരു ഏരിയയിലേക്ക് ലോഡ് സപ്പോർട്ട് ചെയ്യുന്ന ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഒരുപാട് ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്കുള്ള ട്രാൻസ്ഫോമറൊക്കെ നമ്മൾ ചുമ്മാ പോയിട്ട് ലോഡ് ഓഫ് ചെയ്യാനൊന്നും പറ്റില്ല. അതിനൊക്കെ മെറ്റിക്കുലസ് പ്ലാനിങ് വേണം. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ അപ്പോഴും നമുക്ക് ഈ പറഞ്ഞ ടാപ്പിങ്ങിൻ്റെ ആവശ്യം, ടാപ്പ് ചേഞ്ചിങ് വേണം. അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസിൽ നമുക്ക് ടാപ്പ് ചേഞ്ച് ചെയ്യണം, വോൾട്ടേജ് പ്രൈമറിയിലാണെങ്കിൽ സെക്കൻഡറിയിലും ടാപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഓൺ ലോഡ് ടാപ്പിംഗ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഈസ് ബുഷിംഗ് ടെർമിനേഷൻ. ബുഷിംഗ് ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമർ ഇപ്പോൾ ട്രാൻസ്മിഷനായാലും ഡിസ്ട്രിബ്യൂഷനായാലും ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാ മെറ്റാലിക് പാർട്സും നമ്മൾ എർത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? എല്ലാം എർത്ത് പൊട്ടൻഷ്യലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ കേസ് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡിനൊരു ഡിസ്റ്റോർഷൻ ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബുഷിങ് കൊടുക്കും ട്രാൻസ്ഫോമറിൻ്റെ മേലെ. ചെറിയ മേലെ എനർജൈസ്ഡ് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ഒന്നില്ലെങ്കിൽ കോപ്പർ കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കാം, അലുമിനിയം കൊണ്ട് ഉണ്ടായതായിരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിൻ്റെ മേലെ ബുഷിങ് കൊടുക്കും. ഓരോ ഫേസിനും ഓരോ ബുഷിങ് കൊടുക്കും. അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ ബുഷിങ് എന്തിനാണെന്ന് വെച്ചാൽ പ്രൊവൈഡ് ഇലക്ട്രിക്കൽ ഐസൊലേഷനാണ്. ഓക്കെ, ഇത് ഇലക്ട്രിക്കൽ ഐസൊലേഷൻ ഫോർ ദി വൈൻഡിങ് ടെർമിനൽസ് ആണ്. അപ്പോൾ നമ്മൾ ഈ മെറ്റാലിക് പാർട്ട് എല്ലാം എർത്തഡാണെങ്കിലും അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ ഈ വൈൻഡിങ്ങിലേക്ക് വരാതിരിക്കാൻ, ഇലക്ട്രിക്കൽ ഫീൽഡിന് ഡിസ്റ്റോർഷൻ, വൈൻഡിങ്ങിലുള്ള ഫീൽഡിന് ഡിസ്റ്റോർഷൻ വരാതിരിക്കാൻ നമ്മൾ ഈ വൈൻഡിങ്സിനെ എല്ലാം 3 ഫേസും പുറത്തേക്ക് എടുക്കുന്നത് 3 ബുഷിങ് വഴിയായിരിക്കും. ഓക്കെ, ഈ ബുഷിങ് ബേസിക്കായിട്ട് അതിന് ഒരു പ്രോപ്പർട്ടി വേണം. കാരണം ഹൈ ഇലക്ട്രിക്കൽ എനർജി ഈ ചാർജ്ഡ് കണ്ടക്ടറാണ് അല്ലേ? ഇതിൻ്റെ കോറിൻ്റെ അകത്തുള്ള ചാർജ്ഡ് കണ്ടക്ടറാണ് ഈ ബുഷിങ്ങിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹൈ ഇലക്ട്രിക്കൽ എനർജി അതിന് താങ്ങാൻ പറ്റണം. അതിന് താങ്ങാൻ പറ്റുന്ന അത്രയും ഉള്ള ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത്തും അതിന് വേണം. ഓക്കെ, അപ്പോൾ ഹൈ ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത്തും വേണം, അത്രയും ഇലക്ട്രിക്കൽ എനർജി ചാർജ് അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനും പറ്റണം. അപ്പം ബാക്കിയുള്ള മെറ്റാലിക് പാർട്ട് എല്ലാം എർത്തഡാണെങ്കിലും നമ്മുടെ അകത്തുള്ള ഈ 3 ഫേസ് വൈൻഡിങ്ങിൻ്റെ അല്ലെങ്കിൽ സിംഗിൾ ഫേസ് ആണെങ്കിൽ അപ്പോൾ ആ വൈൻഡിങ്ങിൻ്റെ അകത്തുള്ള ഇലക്ട്രിക്കൽ ഫീൽഡ് ഡിസ്റ്റോർട്ട് ആവാതെ നമ്മളതിനെ ബുഷിങ് വഴി നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ഹൈ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് വരണം, അതുപോലെ ഹൈ ഇലക്ട്രിക്കൽ എനർജി അതിന് താങ്ങാനും പറ്റണം. അതിന് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ബുഷിംഗ് എന്ന് പറഞ്ഞാൽ പോഴ്സലൈൻ ബുഷിംഗ് ആണ്. ഇപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ട്രാൻസ്ഫോമർ കാണുമ്പോൾ നോക്കുക, ചെറിയ ഒരു കോഫി ബ്രൗൺ ഷേപ്പിലുള്ള നമ്മൾ ഡിസ്ക് പോലത്തെ അറേഞ്ച്മെൻറ്റുള്ള 3 കുറ്റി പോലത്തെ അറേഞ്ച്മെൻറ്റ് ട്രാൻസ്ഫോമറിൻ്റെ മേലെ ഉണ്ടാവും. അതാണ് ബുഷിംഗ് എന്ന് പറയുന്നത്. പോർസലൈനാണ് പൊതുവെ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റിംഗ് മെറ്റീരിയലായിട്ട് നമ്മൾ ഉപയോഗിക്കുക. കാരണം വെരി ഹൈ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ആണ്, ഇൻസുലേറ്റിംഗ് സ്ട്രെങ്ത് കൂടുതലാണ്. ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിൽ ഇൻസുലേഷൻ വോൾട്ടേജിൽ നമുക്ക് ഈ പോർസലൈൻ ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഭയങ്കര റിലയബിൾ ഓപ്പറേഷനാണ്. അപ്പോൾ ഈ പറയുന്ന എനർജൈസ്ഡ് കണ്ടക്ടർ എന്ന് പറയുന്നത് ഈ പോർസലൈൻ ഡിസ്കിൻ്റെ ഉള്ളിൽ കൂടി ആയിരിക്കും പോയിട്ടുണ്ടാവുക. അതിന് നമ്മൾ 2 അറ്റവും കംപ്ലീറ്റ് ആയിട്ട് സീൽ ചെയ്തിട്ടുണ്ടാവും. എന്തിനാണ്? മോയ്സ്ചർ ഉള്ളിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഹൈ വോൾട്ടേജ് കേസിലൊക്കെ വരികയാണെങ്കിൽ HV കേസിൽ ഇപ്പോൾ 800 kV പോലുള്ള വെരി ഹൈ കേസിൽ വരുവാണെങ്കിൽ നമ്മൾ എന്തെന്ന് വെച്ചാൽ ഈ ബുഷിങ്ങിൻ്റെ അകത്ത് ഓയിൽ ഫില്ല് ചെയ്ത് വെക്കും. പക്ഷേ ഓയിൽ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ലീക്കേജ് പാത്ത് ഉണ്ടാവാൻ പാടില്ല, ഒരു ക്രാക്ക് പോലും ഉണ്ടാവാൻ പാടില്ല. ചിലപ്പോൾ ഒരു ചെറിയ ക്രാക്കായിരിക്കും, അവിടെയായിരിക്കും ചെറിയ പുകച്ചിലുണ്ടാവുക, അവിടെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ആ എൻറ്റയർ അറേഞ്ച്മെൻറ്റ് കത്തിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് കൂടുതലായിരിക്കും, ഇത്രയും ഹൈ വോൾട്ടേജ് സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. ഒരു കണക്കിനും ഒരു ക്രാക്കോ ചെറിയ ഡിസൈനിൽ വ്യത്യാസങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി പോർസലൈൻ ബുഷിംഗ് പോലെ തന്നെ നമ്മൾ വേറൊരു അറേഞ്ച്മെൻറ്റും കൂടി ഉപയോഗിക്കുന്നുണ്ട്. കപ്പാസിറ്റൻസ് ഗ്രേഡ് ബുഷിങ്ങിന് ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ബുഷിങ്ങിൻ്റെ അകത്ത് മെറ്റൽ ഫോയിൽസ് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ മെറ്റൽ ഫോയിൽസ് നമ്മൾ ഈ പേപ്പറിൻ്റെ ഇടയിൽ, വൈൻഡിങ് പ്രോസസ്സിൻ്റെ അകത്തിൽ പേപ്പറിൻ്റെ ഇടയിൽ നമ്മൾ, അപ്പോൾ സ്മൂത്ത് മെറ്റാലിക് ഫോയിൽസ് ആർ ഇൻസേർട്ടഡ് ഇൻ ദ പേപ്പർ ഡ്യൂറിങ് വൈൻഡിങ് പ്രോസസ്സാണ്. അപ്പോൾ ഈ മെറ്റാലിക് ഫോയിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ അവിടെ ഒരു പേപ്പറിൻ്റെ ഇടയിൽ ഈ മെറ്റാലിക് ഫോയിൽസ് ബുഷിങ്ങിൻ്റെ അകത്ത് വരുമ്പോൾ എന്താ വെച്ചാൽ അവിടെ ഒരു കപ്പാസിറ്റൻസ് എഫക്റ്റ് വരും. അപ്പോൾ കപ്പാസിറ്റൻസ് എഫക്റ്റ് നമ്മൾ ട്രാൻസ്മിഷനകത്തും ഡിസ്ട്രിബ്യൂഷൻ്റെ അകത്തും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ ഇലക്ട്രിക്കൽ സ്ട്രെസ്സ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്.
ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെസ്സ് ഈ ബുഷിങ്ങിൻ്റെ അകത്ത് മുഴുവനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകും കപ്പാസിറ്റൻസ് എഫക്റ്റ് കാരണം. അതല്ലാതെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ മാത്രം, ഇപ്പോൾ താഴത്തെ ഏരിയയിൽ മാത്രം സ്ട്രെസ്സ് കൂടുതലായി വരിക, അല്ലെങ്കിൽ മേലെ ലൈനുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഏരിയയിൽ മാത്രം സ്ട്രെസ്സ് വരാതെ കപ്പാസിറ്റൻസ് എഫക്റ്റ് കാരണം മെറ്റൽ ഫോയിൽസ് കൊടുക്കുമ്പോൾ ഈ ബുഷിങ്ങിൽ മൊത്തം യൂണിഫോമായിട്ട് ഈ സ്ട്രെസ്സ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യേണ്ടത് പാർഷ്യൽ ഡിസ്ചാർജ് ഒന്നുമില്ല, ചെറിയ വീക്ക് പോയിൻറ്റ്സ്, എവിടെയെങ്കിലും ചെറിയ ബ്രേക്കോ അങ്ങനെ എന്തെങ്കിലും അറേഞ്ച്മെൻറ്റോ, ഉള്ളിൽ എന്തെങ്കിലും നമുക്ക് കാണാത്ത ഉള്ളിൽ എന്തെങ്കിലും ചെറിയ ക്രാക്കോ ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തണം. ഒരു ഇപ്പോൾ പറഞ്ഞ അഥവാ ഓയിൽ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ ഡിസോൾവ്ഡ് ഗ്യാസ് ഒന്നും ഇല്ല എന്നൊക്കെ ഉറപ്പ് വരുത്തണം. ഇത്രയാണ് അറേഞ്ച്മെൻറ്റ് പോർസലൈൻ ബുഷിംഗ് വരെ. അടുത്ത പോർഷൻ അടുത്ത ക്ലാസ്സിലെടുക്കാം.